ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു കിടിലൻ ഫിഷ് കറി ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. മത്തി വെച്ചാണ് ഇന്നത്തെ നമ്മുടെ കറി. അപ്പോൾ അങ്ങനെ ഗൈസ്, നമ്മൾ മത്തിയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു ചീൻചട്ടി അടുപ്പ് വയ്ക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് ആവശ്യത്തിനുള്ള കടുകും ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഗൈസ്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ഇത് നമ്മൾ പുളി ചേർക്കുന്നത് കുടംപുളിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പുളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഫിഷ് ഇട്ട് കൊടുക്കുകയാണ്. ഫിഷൊക്കെ ഇട്ട് നന്നായി തിളച്ച് നമ്മൾ അടച്ച് വെച്ച് നമ്മൾ വേവിക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മളുടെ കിടിലനായിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചോറിൻ്റെയും കപ്പയുടെയും ചപ്പാത്തിയുടെയും കൊടുക്കുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.